ജനാധിപത്യമാണ്, സ്വേച്ഛാധിപത്യമാണ് നടക്കുന്നത്. അതിനെ നോക്കിയിരിക്കാൻ നമുക്ക് പറ്റില്ല. എല്ലാവരും കൊട്ടിഘോഷിക്കുന്നത് വിഴിഞ്ഞ ഹാർബർ എന്ന നമ്മൾ വലിയതാണ്. ഈ ഹാർബർ എന്ന മത്സ്യത്തൊഴിലാളി ഞങ്ങൾക്ക് എന്തൊരു നേട്ടം? മുതലപ്പുഴയിൽ അതിനുശേഷം 4 മരണങ്ങൾ സംഭവിച്ചു. ഒരു പ്രശ്നമില്ല, ഞങ്ങളാ ജയിക്കാൻ പോകുന്നത്. പറയുമ്പോഴും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നഷ്ടമായത് ഞങ്ങളുടെ ഉപജീവനമാണ്. മതന്യൂനപക്ഷങ്ങൾക്ക് ഈ രാജ്യത്ത് ഒരു 2ാം ഗ്രേഡ് എന്ന് പറയുന്നത് അതെവിടെ പറഞ്ഞിരിക്കുന്നത്? 10-15 കൊല്ലമായിട്ട് ഇവിടെ ഒന്നും നടക്കുന്നില്ല, ഒരു കാര്യവും നടക്കുന്നില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളോട് ഷോ കാണിക്കരുത് എന്ന് പറഞ്ഞ MLA ഇന്ന് അദ്ദേഹം ആ പ്രദേശത്ത് ഇലക്ഷൻ പ്രചരണവുമായി വരുന്നത് കാണുന്നില്ല. നിലപാടുകൾ കൊണ്ട് ജനപക്ഷത്ത് നിൽക്കുന്ന ഞങ്ങളെ വിശ്വസിക്കോ? അല്ല, കള്ളത്തരം കൊണ്ട് മാത്രം ജനങ്ങളെ കബളിപ്പിക്കുന്ന അവരെ വിശ്വസിക്കും. സംസ്ഥാന സർക്കാരിൻ്റെ കഴിവില്ലായും ആത്മാർത്ഥതയില്ലായും തെളിവാണ്. രൂപത മത്സ്യത്തൊഴിലാളികളുടെ ഒപ്പമാണ് നിൽക്കുന്നത്. മത്സ്യത്തൊഴിലാളി കൂടെ ഞാനും ഉണ്ടാവും. ആ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും വോട്ട് ചെയ്യും. എൻ്റെ ക്യാമ്പയിൻ തുടങ്ങിയത് ഇവിടെ കാര്യം നടക്കും, ഇനി കാര്യം നടക്കും എന്നുകൊണ്ടാണ് ഞാൻ ക്യാമ്പയിൻ തുടങ്ങിയത്. സ്വാതന്ത്ര്യം എവിടെയാണ്? ആർക്കാണ് സ്വാതന്ത്ര്യം? എൻ്റെ ജീവനുള്ള കാലത്തോളം ഈ നാട്ടിൽ എല്ലാവർക്കും തുല്യതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഞാൻ അവരെ കൂടിയുണ്ട്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറേ അറ്റത്തായി കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം, അനന്തപുരി എന്നറിയപ്പെടുന്ന തിരുവനന്തപുരം നഗരം, കേരളത്തിൻ്റെ തലസ്ഥാന നഗരം. ഞാനിപ്പോൾ നിൽക്കുന്നത് രാജ്യത്തിന് തന്നെ അഭിമാനമായി മാറുവാൻ പോകുന്ന വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ മുമ്പിലാണ്. എന്നാൽ ഞാൻ ഈ മണ്ണിൽ നിൽക്കുമ്പോൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ പോലും ശ്രദ്ധിക്കപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ഒരു സമരം നടന്ന മണ്ണും കൂടിയാണിത്. അത് കഴിഞ്ഞുള്ള ആദ്യ പൊതു തെരഞ്ഞെടുപ്പും കൂടിയാണ് ഈ വരുന്ന ലോക്സഭാ ഇലക്ഷൻ. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഈ മത്സ്യത്തൊഴിലാളികളുടെ ശബ്ദം അവഗണിക്കാൻ ആവുന്നതല്ല. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലൂടെയുള്ള ഗുഡ്നസ് ന്യൂസിൻ്റെ ഈ തെരഞ്ഞെടുപ്പിലെ ക്രൈസ്തവ ശബ്ദത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അനന്തപുരിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം നിയമസഭാ മന്ദിരത്തിന് മുമ്പിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം എന്നത് 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ്. വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തിരുവനന്തപുരം, നേമം, പാറശാല, കോവളം, നെയ്യാറ്റിൻകര, ഈ 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം കഴിഞ്ഞ 3 ടേമുകളായിട്ട് ശശി തരൂരാണ് MP ആയി തിരഞ്ഞെടുക്കപ്പെടുന്നത്. എന്നാൽ ഇതിന് വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ വിപരീതമായിട്ട് ഈ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 LDF MLA-മാരാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. കോവളത്ത് മാത്രമാണ് UDF-ന് നേടാനായത്. വളരെ വൈവിധ്യവും തിരക്കേറിയ വീഥികളും വാണിജ്യ മേഖലകളുമുള്ള നഗരമാണ് തിരുവനന്തപുരം. തന്മൂലം നിത്യഹരിത നഗരം എന്നാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി തിരുവനന്തപുരത്തെ വിശേഷിപ്പിച്ചത്. വിനോദസഞ്ചാരികളെ തീരെ നിരാശപ്പെടുത്താത്ത ഒരു നഗരം കൂടിയാണ് തിരുവനന്തപുരം. നഗരഹൃദയ പ്രദേശങ്ങൾ പോലും പച്ചപ്പ് പുതച്ചു നിൽക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരതയുള്ളതും സാമൂഹികവുമായി വികസിതവുമായ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം എന്നതിലുപരി ദക്ഷിണേന്ത്യയിലെ തന്ത്രപ്രധാനമായ ഒരു നഗരമാണ് തിരുവനന്തപുരം. അറബിക്കടലിൻ്റെ തീരത്ത് 78 കിലോമീറ്റർ തീരപ്രദേശം വ്യാപിച്ചു കിടക്കുന്ന ജില്ല കൂടിയാണ് ഇത്. അതിനാൽ തന്നെ ജില്ലയിൽ ഏകദേശം 2 ലക്ഷത്തോളം മത്സ്യത്തൊഴിലാളികൾ 30ഓളം മത്സ്യബന്ധന ഗ്രാമങ്ങളിൽ പടർന്നു കിടക്കുന്നു. പ്രളയകാലത്ത് കേരളത്തിൻ്റെ രക്ഷാസൈന്യം എന്നറിയപ്പെട്ടിരുന്ന ഇവർ പിന്നീട് കേരളമെന്നല്ല ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട 100 ദിവസത്തിലധികം നീണ്ടുനിന്ന ഒരു സമരമുഖത്തേക്ക് വലിച്ചിറക്കപ്പെട്ടതും ഈ തെരഞ്ഞെടുപ്പിന് 2 വർഷം മുമ്പാണ്. രാജ്യത്തിൻ്റെ അഭിമാനമെന്ന് പറയുന്ന വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പേരിൽ വീടും ജീവനോപാധികളും നഷ്ടപ്പെട്ട
മത്സ്യത്തൊഴിലാളികളുടെ നീറുന്ന പ്രശ്നങ്ങളും ഈ തിരുവനന്തപുരം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രശ്നമായി ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു. സമരത്തിന് നേതൃത്വം കൊടുത്തിരുന്ന തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയിലെ മെത്രാന്മാർക്കും വൈദികർക്കുമെതിരെ സർക്കാർ എടുത്ത കേസുകളും ഇതുവരെ പിൻവലിക്കാത്തത് തിരുവനന്തപുരത്തെ മാത്രമല്ല കേരളത്തിലെ ക്രൈസ്തവരുടെ ഇടയിൽ, പ്രത്യേകിച്ച് ലത്തീൻ കത്തോലിക്കരുടെ ഇടയിൽ സർക്കാരിനെതിരെ ജനവികാരം സൃഷ്ടിച്ചു എന്നതും എടുത്തു പറയേണ്ടതാണ്. ഈ കേസുകളുടെ പേരിൽ അതിരൂപതയുടെ FCRA രജിസ്ട്രേഷൻ നഷ്ടമായതും 4 ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതുമായ വിഷയം മണ്ഡലത്തിലെ ലത്തീൻ ക്രൈസ്തവർ വൈകാരികമായാണ് കണ്ടിരിക്കുന്നത്. ഈ വിഷയങ്ങളെല്ലാം തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ ബാധിക്കുമോ എന്ന് കണ്ടറിയണം. തിരുവനന്തപുരം ജില്ലയിലെ ആകെ ജനസംഖ്യയുടെ 66.46% ഹിന്ദുക്കളും 19.1% ക്രിസ്ത്യാനികളും 13.72% മുസ്ലിങ്ങളുമാണ് ഉള്ളത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ വിഴിഞ്ഞത്താണ് ഞാനിപ്പോൾ. കഴിഞ്ഞ വർഷം ഇന്ത്യ മുഴുവൻ തന്നെ ശ്രദ്ധയാകർഷിച്ച മത്സ്യത്തൊഴിലാളികളുടെ ഒരു സമരം നടന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ വിഴിഞ്ഞം. അതുകൊണ്ട് തന്നെ ഈ ഒരു ലോക്സഭ ഇലക്ഷനിൽ ഈ വിഴിഞ്ഞം പ്രദേശവും ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ വളരെ ശക്തമാണ്, അത് പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഇപ്പോൾ എന്നോടൊപ്പം ചേരുന്നത് തിരുവനന്തപുരം അതിരൂപതയിലെ KLCയുടെ ഭാരവാഹികളും ഒപ്പം മത്സ്യത്തൊഴിലാളികളുമാണ്. നമസ്കാരം ചേട്ടാ. എൻ്റെ പേര് വിൻസെൻ്റാണ്. ഞാൻ ഇവിടെ ഉള്ള ആളാണ്. ഇവിടെ മത്സ്യം പിടിച്ച് ഉപജീവനം കഴിയുന്നു. പിന്നെ പോരാത്തോണ്ട് രൂപോദയമായിട്ട് പൊതുപ്രവർത്തനങ്ങൾ നിൽക്കുന്നു. എൻ്റെ പേര് ലോറൻസ് ക്രിസ്റ്റഡിമ. ഞാൻ വിഴിഞ്ഞത്തുകാരനാണ്. മത്സ്യത്തൊഴിലാളിയുടെ മകനാണ്. പിന്നെ ഇവിടെ തന്നെ ജോലി ചെയ്യുന്നു. KLCയുടെ ഭാരവാഹിയാണ്. എൻ്റെ പേര് സ്റ്റീഫൻസൺ. ഞാൻ മത്സ്യത്തൊഴിലാളിയാണ്. ഞാൻ KLC മെമ്പറും കൂടിയാണ്. വിഴിഞ്ഞ യൂണിറ്റിൻ്റെ. എങ്ങനെ പോകുന്നു നിങ്ങളുടെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം? ഏകദേശം ആ ഒരു വിഴിഞ്ഞ സമരത്തൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിനുശേഷം ഇപ്പോൾ എങ്ങനെ പോകുന്നു ജീവിതം? ഈ ഒരു കുറേ ദിവസം പണി നിർത്തിവെച്ചപ്പോൾ ശരിക്കും മീനൊക്കെ ഉണ്ടായിരുന്നു. തുറമുഖത്തിൻ്റെ പണി നിർത്തി ശരിക്കും മീനുണ്ടായിരുന്നു. അന്ന് നല്ല ചാകരയൊക്കെ ആയിരുന്നു. ശരിക്ക് പറയാൻ ആ ഒരു ആ ഒരു സീസണിൽ തന്നെ നല്ല ഉഗ്രം കേച്ചൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷമുള്ള ഈ 2 വർഷവും വളരെ ബുദ്ധിമുട്ടിലാണ്. ഞാൻ ഇന്ന് പണിക്ക് പോയിട്ട് എനിക്ക് ആകെ കിട്ടിയത് കരയ്ക്കുള്ള മീൻ മാത്രമാണ്. എന്നാൽ ഞങ്ങൾക്ക് പോയ ഇന്ധനത്തിൻ്റെ നഷ്ടമുണ്ട്. കാരണം ഈ ജനുവരി കഴിഞ്ഞ് ഇതുവരെയും കിട്ടിയിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ ചിലവ് കഴിയാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ ആകെ എങ്ങനെ ടോട്ടൽ ചെയ്ത് നോക്കിയാലും ഏറിയ ഈ 4 മാസം കിട്ടിയ ഒരു 5000 രൂപയുടെ അകത്തായിരിക്കും. ഈ 4 മാസത്തെ വർക്ക്. സാധാരണ നമുക്ക് കിട്ടിയ കൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. പക്ഷേ എന്നാൽ നമ്മുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ ഞങ്ങളുടെ ആളുകൾ തന്നെ പരസ്പരം പറയുന്നത് നമുക്ക് വേറെ എന്ത് തൊഴിൽ ചെയ്യാൻ പറ്റും, ഇതല്ലാതെ ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ച പോലെ ഇന്നത്തെ അവസ്ഥ നമുക്ക് നന്നായിട്ടറിയാം. ഇന്ത്യയിൽ തന്നെ ഒട്ടുമിക്ക ചെറുപ്പക്കാരും തൊഴിലില്ലാതെ നിൽക്കുകയാണ്. അല്ലെങ്കിൽ സർക്കാർ പുതിയ തൊഴിൽ സംരംഭം ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടുമെന്ന് അറിയില്ല. പക്ഷേ നല്ല വിദ്യാസമ്പന്ന ആളുകളും വെറുതെ നിൽക്കുമ്പോൾ നമുക്കെവിടെ തൊഴിൽ കിട്ടും? ആ അവസ്ഥയിലാണ് ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ അത്രയും ബുദ്ധിമുട്ടാണ്. എല്ലാവരും കൊട്ടിഘോഷിക്കുന്നത് വിഴിഞ്ഞ ഹാർബർ എന്നാൽ നമ്മൾ വലിയ ഇതാണ്. ഈ ഹാർബർ വന്നാൽ മത്സ്യത്തൊഴിലാളി ഞങ്ങൾക്ക് എന്തൊരു നേട്ടം? അവിടെ ഉള്ള ഒരു ടെക്നീഷ്യന്മാർ ഏറിയ 10, 30, 40 പേർക്ക് അതിനുള്ളിൽ പണി കിട്ടും. പിന്നെ പറയുന്ന അതുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് തൊഴിലവസരം ഉണ്ടാകുന്നത്. എന്താ കോടിക്കണക്കിന് തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നത്? ഏത് ആളുകൾക്കാണ് തൊഴിലുണ്ടാകുന്നത്? പിന്നെ ഇത് സർക്കാർ പറഞ്ഞ് ഇന്ത്യ ഒട്ടാക്കുള്ള ജനത്തിന് തൊഴിൽ കൊടുക്കും, 2 ലക്ഷം 3 ലക്ഷം കൊടുക്കുമെന്ന് പറഞ്ഞു. ആദ്യം ഞങ്ങളുടെ തൊഴിൽ സർക്കാർ പറഞ്ഞത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരാൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. അത് അവരെ ട്രെയിൻ ചെയ്ത് അവർക്ക് പിന്നെ ഇവിടെ എന്ത് സാധ്യതയാണുള്ളത് അതിന് അർഹമായി അവരെ പ്രാപ്തരാക്കുമെന്ന്. ഇന്നിതുവരെ ഞങ്ങളുടെ ആളുകളെ ഒരാളെപ്പോലും അങ്ങനെ ഒരു ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഞങ്ങളോട് പറയുന്നുണ്ട് ഈ കോഴ്സുണ്ട്, ആ കോഴ്സുണ്ട് എന്നാൽ ഞങ്ങളെ ഫീ കൊടുത്ത് പഠിക്കണം. ഈ കോഴ്സ് ഇവർ പറയുന്ന ഈ കോഴ്സ് പുറത്തു പഠിച്ചാൽ ഇത്ര ഫീ കൊടുക്കണ്ട. എന്നാൽ അവർ പറഞ്ഞ് നിങ്ങൾ കുറച്ച് പൈസ ഞങ്ങൾ തരുന്നു, ബാക്കി നിങ്ങൾ ഇട്ടാൽ മതി. അതെല്ലാം ഒരു തട്ടിപ്പാണ്. ശരിക്ക് സാധ്യതയുള്ള കോഴ്സുകളല്ല. എന്നിട്ട് ഞങ്ങൾക്ക് തൊഴിൽ കിട്ടുപോയില്ല. അപ്പോഴും പറയണത് ആളുകളെ വിളിച്ച് അതിന് സെലക്ട് ചെയ്തെടുക്കും. പിന്നെ അതെവിടെ പോകുന്നു? അപ്പോൾ എന്തു പറഞ്ഞാലും എല്ലാം കൊണ്ടും ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് ഞങ്ങൾക്കാണ്, പ്രദേശവാസികളായ ഞങ്ങൾക്ക്. കാരണം ഇവർ പോയത് അവറ്റയുടെ ആൾക്കാരാണ് ഞങ്ങൾ. ഈ അവറ്റയുടെ പ്രദേശത്തേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്ന് ഞങ്ങളും പറയുന്നത്.
ഇവിടെ മത്സ്യത്തൊഴിലാളികൾക്ക് കട്ടമരം കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുമായിട്ടൊരു ധാരണ ഉണ്ടാക്കി പറഞ്ഞത് എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും പൈസ ഉടനെ കട്ടമരത്തിൻ്റെ പൈസ കൊടുക്കും. അതും സർക്കാർ ചെയ്തു, കുറച്ച് ഭാഗികമായി ചെയ്തു, പൂർണ്ണമായി ചെയ്തില്ല. അപ്പോൾ സർക്കാർ ചെയ്തെന്ന് വരുത്താൻ വേണ്ടി ഭാഗികമായി ചെയ്തു. മണ്ണെണ്ണയുടെ വിഷയത്തിലും സർക്കാർ ചെയ്തു, പൂർണ്ണമായി ചെയ്തില്ല, ഭാഗികമായി ചെയ്തു. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു ഭാഗികമായി മുമ്പോട്ട് പോകുന്ന ഒരു സമൂഹമാണ് ഞങ്ങൾ. ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യയുടെ സർക്കാർ തിരഞ്ഞെടുക്കുന്ന ഒരു ഇലക്ഷൻ കൂടിയാണ് ഈ ഇലക്ഷന് ഞങ്ങളുടെ രൂപതയുടെ നടത്തിപ്പ് തന്നെ അവതാളത്തിലാണ്. കാരണം രൂപതയുടെ ഫണ്ടെന്ന് പറയുന്നത് വാർദ്ധക്യ അച്ഛന്മാരുടെ ചികിത്സ, അവരുടെ ഫുഡ്, അവരുടെ കാര്യങ്ങൾ നോക്കാനെടുക്കാനും സെമിനാരീസ് കുട്ടികളെ പഠിപ്പിക്കാനും ഉപയോഗിക്കുന്ന ഫണ്ടുകൾ ഒരു രൂപ പോലും ഇന്ന് രൂപതയ്ക്ക് എടുക്കാൻ പറ്റുന്നില്ല. കാരണം അത് കേന്ദ്ര സർക്കാർ ഇന്ന് ഫ്രീസ് ചെയ്ത് വെച്ചേക്കുകയാണ്. ഇനി ഞങ്ങളൊക്കെ 1 രൂപ 2 രൂപ ഈ ഇല്ലായ്മയിൽ നിന്നാണ് ഞങ്ങൾ 1 രൂപ 2 രൂപ ഇട്ട് അതിനൊരു പരിഹാരം കാണണം. അപ്പോൾ ഈ ജനാധിപത്യ രാജ്യത്ത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് മുമ്പോട്ട് വേണ്ടി എന്താണ് തടസ്സം? എല്ലാവരും പറയുന്നത് ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ്, പൂർണ്ണ സ്വതന്ത്രമായിട്ട് മുമ്പോട്ട് പോകണം. സ്വാതന്ത്ര്യം എവിടെയാണ്? ആർക്കാണ് സ്വാതന്ത്ര്യം? ഒരു അടിച്ചമർത്തപ്പെട്ട ജനം, പണ്ട് ഗാന്ധിജി പറഞ്ഞ പോലെ ഒരുവൻ പൂർണ്ണമായിട്ട് അവൻ ആ പ്രദേശം സ്വതന്ത്രമായത് മാത്രമേ അവൻ സ്വതന്ത്രമാകുള്ളൂ. പക്ഷേ ഞങ്ങളെ പ്രദേശങ്ങളൊന്നും സ്വതന്ത്രമല്ല, ഞങ്ങളിന്നും ആരുടെയൊക്കെ അടിമയായി മാറിയിരിക്കുകയാണ്. ഈ വിഴിഞ്ഞം സമരത്തിന് ശേഷം അതിന് മുമ്പുണ്ടായിരുന്ന അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്ന് അനുഭവിച്ചേക്കാളും വളരെ മോശം അവസ്ഥയിലൂടെയാണ് ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അന്ന് ഉണ്ടായിരുന്ന അവസ്ഥയിലല്ല ഇന്ന് മണ്ണെണ്ണയുടെ വില പോലും. കാരണം ഒരു ബോട്ട് ഇവിടെ നിന്നും കടലിലോട്ട് പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും ഏകദേശം 4000-5000 രൂപയാണ് മണ്ണെണ്ണയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ചിലവാക്കുന്നത്. കാരണം ഇന്നത്തെ കടലിൻ്റെ അവസ്ഥ, കാരണം നമ്മുടെ കരഭാഗത്ത്, അതായത് വിഴിഞ്ഞം, ചിലപ്പോൾ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, വിഴിഞ്ഞം ഇത് മത്സ്യസമ്പത്ത് കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു. അതായത് നമ്മൾ ചിപ്പിയും മറ്റ് പാര് ഐറ്റവും എല്ലാം ഉള്ള ഒരു സ്ഥലമായിരുന്നു. ഇന്ന് കല്ലിട്ട് നികത്തിയത് കൊണ്ട് ഒന്നും സംഭവിച്ചില്ല എന്ന് മറ്റുള്ളവർ പറയുമ്പോഴും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നഷ്ടമായത് ഞങ്ങളുടെ ഉപജീവനമാണ്. അപ്പോൾ അത് നഷ്ടപ്പെടുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഫാമിലി ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നു. കാരണം ഞങ്ങളുടെ മക്കളെ വിദ്യാഭ്യാസത്തിന് അയക്കാൻ തന്നെ ഞങ്ങൾക്ക് നിത്യം ജോലിക്ക് പോയി കിട്ടുന്ന കാശ് കൊണ്ടാണ് ആ കാശ് ഞങ്ങൾക്ക് കിട്ടാതാകുന്നുണ്ട്. കൂടാതെ ഈ വിഴിഞ്ഞം പദ്ധതി വരുമ്പോഴത്തേക്കും ഉമ്മൻചാണ്ടി ഞങ്ങൾക്കൊരു വാക്ക് തന്നിരുന്നു, 40% തൊഴിലുറപ്പ്, പ്രദേശവാസികൾക്ക് 40% തൊഴിൽ തരാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ പദ്ധതി ഇവിടെ കൊണ്ടുവന്നത്. ഇന്ന് ഞങ്ങളുടെ 40% പോയിട്ട് 2% പോലും ഈ ഞങ്ങളുടെ പ്രദേശത്തുള്ള ആൾക്കാർക്ക് ജോലി കിട്ടിയിട്ടില്ല. കാരണം ഇവിടെ 90% മത്സ്യത്തൊഴിലാളികളാണ്, 10% മാത്രമാണ് കരയും അല്ലെങ്കിൽ ഗൾഫുമായിട്ട് ജീവിച്ചു പോകുന്നത്. ഈ 90% ഉള്ളവർക്ക് ഒരു 10% ജോലി കിട്ടി എന്ന് പറഞ്ഞാൽ തന്നെ ബാക്കി ഏകദേശം 70% കൂടുതൽ ബാക്കിയുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരെന്ത് ചെയ്യും? മത്സ്യസമ്പത്ത് ഇന്ന് കുറഞ്ഞിട്ടുണ്ട്. മത്സ്യസമ്പത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികൾ ദുരിതത്തിലാണ്. ഇപ്പോൾ വർഷത്തിൽ 3 മാസം കിട്ടുന്ന മൺസൂൺ കാലത്ത് കിട്ടുന്ന ആ ഒരു മത്സ്യം കൊണ്ട് മാത്രം നമുക്ക് ജീവിച്ചു പോകുന്ന അവസ്ഥയിലല്ല. അപ്പോൾ ഈ സമരം വന്നതുകൊണ്ട് ഈ ഞങ്ങളുടെ മുക്കോ സമുദായത്തെ ഒരുപാട് അടിച്ചമർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ KLCയുടെ ഫണ്ടും നമ്മുടെ രൂപതയുടെ ഫണ്ടും നമ്മുടെ സർക്കാരുകൾ ഫ്രോസ് ചെയ്തിട്ടുണ്ട്. ആ ഫ്രീസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക്, അതായത് സാധാരണ പാപങ്ങൾക്ക് വർഷത്തിലോ അല്ലെങ്കിൽ ഒരു 6 മാസം കൂടുമ്പോഴോ 3 മാസം കൂടുമ്പോഴോ ഇടവകയിൽ നിന്ന് തന്നെ ചില രീതിയിലൊക്കെ സഹായിക്കുന്നുണ്ടായിരുന്നു. ആ രീതിയിലുള്ള ഒരു സഹായം പോലും ഇന്ന് കിട്ടുന്നില്ല. കാരണം മത്സ്യസമ്പത്ത് കുറഞ്ഞു വരുന്ന സമയങ്ങളിൽ ഞങ്ങളെ ഏതെങ്കിലും രീതിയിൽ പള്ളികളിൽ നിന്നാണ് സഹായിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് നമ്മുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തത് കാരണം ഞങ്ങൾക്ക് ആ ഒരു സഹായവും കിട്ടുന്നില്ല. മത്സ്യസമ്പത്തില്ല, ഇപ്പോൾ പള്ളിയിൽ നിന്നുള്ളൊരു സഹായമില്ല, സർക്കാർ ഞങ്ങളെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഞങ്ങളുടെ സഹോദരങ്ങൾ ഇവിടെ നിന്നും പുറത്തു പോകണമെങ്കിൽ പോലും PCCക്ക് പോലും ഭയങ്കരമായ ദുരിതമാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലും തരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുന്നത്? ഈ സമരം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ഈ ഇടവകയിലുള്ള അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള വ്യക്തികൾ വളരെ ദുരിതത്തിലാണ്. ഈ ഒരു എന്താണ് പറയാനുള്ളത് ഈ വിഷയത്തിൽ? എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ ഇത് തന്നെയാണ്, മത്സ്യസമ്പത്ത് കുറവാണ്. കുറവ് കാരണം ഞങ്ങൾ 5 നോട്ടിക്കൽ പോകുന്നിടത്ത് ഇപ്പം പോകുന്നത് 20 നോട്ടിക്കലാണ്. ഈ 5 നോട്ടിക്കൽ പോകുമ്പോഴത്തേന് ഞങ്ങൾക്ക് ചിലവാകുന്നത് 1000, 1200, 1500 രൂപയാണ്. ഇത് 20 നോട്ടിക്കൽ പോകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ആകുന്നത് 6000, 7000 രൂപയാണ്. ഈ സമ്പത്ത് കിട്ടുകയാണെങ്കിലോ ഞങ്ങൾക്ക് 15,000 രൂപ കിട്ടിയാൽ മാത്രമേ ഈ 6000 രൂപ ചിലവ് കഴിച്ചിട്ട് ബാക്കി നമുക്ക് പണിക്ക് പോകുന്നവർക്ക് മേടിക്കാൻ പറ്റും. ഇപ്പോൾ അതും കിട്ടാത്തൊരവസ്ഥയാണ്.
ആ അവസ്ഥ ഉണ്ടാക്കി വെച്ചത് സർക്കാർ തന്നെയാണ്. വികസനം എന്ന പേരിൽ മത്സ്യത്തൊഴിലാളികളാണ് ചൂഷണം ചെയ്യണത്. ഇപ്പം ഈ ഹാർബർ മത്സ്യത്തൊഴിലാളികൾ നെഞ്ചിലാണ് കൊണ്ടിരിക്കുന്നത്. ഈ ഹാർബർ കാരണമാണ് ഈ മീൻ ഇവിടെ തങ്ങുന്നില്ല. അല്ലാതെ പക്ഷം 5 നോട്ടിക്കൽ പോകുമ്പോൾ തന്നെ നമുക്ക് ധാരാളം മീനാണ് കിട്ടുന്നത്. ഇപ്പോൾ 20 നോട്ടിക്കൽ പോയാൽ പോലും നമുക്ക് കിട്ടുന്നില്ല. ആ ഒരു വിഷമമുണ്ട്. ഇപ്പോൾ നമ്മൾ ഇലക്ഷൻ്റെ അവസാന മണിക്കൂറിലേക്ക് അടുത്തിയിരിക്കുകയാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ 3 മുന്നണികളും ഇവിടെയുണ്ട്. കോൺഗ്രസ് ഉണ്ട്, LDF, BJP ഒക്കെയുണ്ട്. മത്സ്യത്തൊഴിലാളികളായി നിങ്ങളുടെ മനസ്സ്, ഇപ്പോൾ നിങ്ങളുടെ ആ സമരത്തിന് ശേഷമുള്ള ആദ്യത്തെ ഒരു ഇലക്ഷനാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സ് എങ്ങനെയാണ് ഈ സമയം? ആക്ച്വലി ഞങ്ങൾക്ക് ഈ 3 മുന്നണികളെയും ഒരു വിശ്വാസത്തിൽ ആർക്കും വോട്ട് കൊടുക്കാൻ താല്പര്യമില്ല. പക്ഷേ വോട്ട് ചെയ്ത് പോകണം. ഇതിൻ്റെ പൗരനായതുകൊണ്ട് വോട്ട് ചെയ്തേ പറ്റൂ. അപ്പോൾ ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ ജനാധിപത്യം നിലനിർത്താൻ വേണ്ടി ഞങ്ങളെല്ലാവരും വോട്ട് ചെയ്യണം. ആ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും വോട്ട് ചെയ്യും. അത് ഞങ്ങളുടെ വോട്ട് വിലയേറിയ വോട്ടായിരിക്കും. ഞങ്ങളെ സഹായിക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന വ്യക്തികൾ നോക്കി ഞങ്ങൾ വോട്ട് കൊടുക്കും. ഇപ്പോൾ സ്ഥാനാർത്ഥികളൊക്കെ നിങ്ങളെ കാണാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവും അല്ലേ? ആ സമയത്തൊക്കെ അവർ പറയുന്നത് എന്താണ് ഈ വിഷയം നിങ്ങൾ ഉന്നയിക്കുമ്പോൾ? ഞങ്ങൾ ഈ വിഷയത്തിന് അവർ പറയുന്നതിന് ഞങ്ങളോട് വേറെ മറുപടി പറയാൻ പറ്റില്ല. കാരണം ഈ സമരം നടക്കുമ്പോൾ ഈ പാർട്ടിക്കാരെല്ലാം ഞങ്ങൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തിനോട് ഞങ്ങൾക്ക് മറുപടി പറയാൻ പറ്റില്ല. അവർ പിന്നെയുള്ള വിഷയങ്ങളൊക്കെ ഞങ്ങളോട് അത് ഇത് ചെയ്യുന്നത് പറയുന്നുണ്ട്, ഞങ്ങളത് കേൾക്കുന്നുണ്ട്. ഞങ്ങളെല്ലാ സ്ഥാനാർത്ഥികളോടും ഞങ്ങൾ സംസാരിക്കും, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് വലിയ വിഷമത്തോട് പറയുന്നതാണ്, ഇന്ത്യ ഗവൺമെൻറ് മത്സ്യമേഖലയ്ക്കൊരു മിനിസ്ട്രി തന്നെ ഉണ്ടാക്കി. മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ആ മിനിസ്ട്രി ഒരുപാട് ആനുകൂല്യങ്ങൾ മത്സ്യത്തൊഴിലാളികൾ കൊടുത്തു. എന്നാൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് വളരെ തുച്ഛമാണ്. അവിടെ ഒരു ജില്ലയിൽ തന്നെ 500-600 യാനങ്ങൾ സബ്സിഡി ഇനത്തിൽ ലോൺ കൊടുത്തു. അത് 5 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ ഉള്ള യാനങ്ങൾ എടുക്കാനാണ്. 40%, 60% തിരിച്ചടവും, 40% ഗവൺമെൻറ്റും. എന്നാൽ കേരളത്തിൽ ആകെ കൊടുത്തിട്ടുള്ളത് വെറും 332 പേർക്കാണ്. മറ്റ് ജില്ലകൾ നോക്കുമ്പോൾ അതല്ല, ഓരോ ജില്ലയ്ക്ക്, മറ്റ് സ്റ്റേറ്റുകൾ നോക്കുമ്പോൾ അങ്ങനെയല്ല, ഓരോ ജില്ലയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ മത്സ്യത്തൊഴിലാളികൾ ചെയ്യുന്ന അവഗണനയാണ്. ഞങ്ങളെന്ത് പിഴച്ചു? ഒരേ പൗരന് അവർക്ക് ഇഷ്ടമുള്ള ആളുകൾ തിരഞ്ഞെടുക്കേണ്ട അവർ അവകാശമാണ്. നിങ്ങൾ വോട്ട് ചെയ്തില്ല ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ ആ ഒരു നയത്തിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ജനാധിപത്യം പുലരണമെങ്കിൽ, മതേതരം സംരക്ഷിക്കണമെങ്കിൽ നമുക്ക് മതേതരം കാത്തു സൂക്ഷിക്കുന്ന ആളുകളെ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുള്ളൂ. അതാണ് ഞങ്ങളുടെ സംഘടനയുടെയും അജണ്ടയും പ്രവർത്തനവും അതാണ്. KRLCCയുടെ സംസ്ഥാന സെക്രട്ടറിയും KLCയുടെ രൂപത തിരുവനന്തപുരം അതിരൂപത പ്രസിഡൻറ്റുമായ ശ്രീ പാട്രിക് മൈക്കിൾ ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുകയാണ്. സാർ നമസ്കാരം. ഇലക്ഷൻ വളരെ അടുത്തെത്തിയിരിക്കുകയാണ്. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ പോളിംഗ് ബൂത്തിലേക്ക് എത്താനായിട്ട്. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം ലോക്സഭയെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളം കണ്ട ഏറ്റവും ലാസ്റ്റായിട്ട് കണ്ട ഏറ്റവും വലിയൊരു സമരം നടന്നൊരു സ്ഥലം കൂടിയാണ് ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. അത് മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് അന്ന് മുൻപന്തിയിൽ ആ ഒരു സമരവേദിയിൽ ഉണ്ടായിരുന്നതാണ്. അതിനുശേഷം ഇപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ ആ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഇപ്പോൾ കേസിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കേസുകളൊന്നും തന്നെ പിൻവലിച്ചിട്ടില്ല. 157 കേസുകൾ പിൻവലിക്കുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നത് പാർലമെൻറ്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മളെ ഒന്ന് സെറ്റിൽമെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പറച്ചിൽ മാത്രമാണ് അതെന്ന് തോന്നുന്നു. പ്രത്യേകിച്ചും ഈ 157 കേസുകൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുമ്പോൾ അവിടെ സമരത്തിന് വന്നു എന്ന് പറഞ്ഞ് വെറുതെ എടുത്ത കേസുകളാണ്, വണ്ടിക്കാരുടെ കേസുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകളല്ല പിൻവലിക്കേണ്ടത്. പകരം അതിനോടകം തന്നെ ഇനിയുമുള്ള മറ്റ് കേസുകൾ 250 അടുപ്പിച്ച് വരുന്ന കേസുകൾ എല്ലാം തന്നെ പിതാവിനെതിരെ എടുത്ത കേസുകൾ, ഞങ്ങളുടെ കൊച്ചുപിതാവിനും വലിയ പിതാവിനും അതുപോലെ തന്നെ VGക്കുമെതിരെ മറ്റ് വൈദികർക്കെതിരെ എടുത്ത കേസുകൾ ഉൾപ്പെടെ പിൻവലിക്കാനുള്ള കാരണം അത് സർക്കാരിന് ബോധ്യമുള്ളതാണ്. ഞങ്ങൾ ഒരു ദേശദ്രോഹികളല്ല, ഞങ്ങൾ ആരെ ഉപദ്രവിക്കാൻ വന്നവരല്ല. ഞങ്ങളുടെ കിടപ്പാടങ്ങൾ പോകുമ്പോൾ, ഞങ്ങളുടെ തീരങ്ങൾ നഷ്ടപ്പെടുമ്പോൾ, ഞങ്ങൾക്ക് ജോലിക്ക് പോകാൻ മത്സ്യബന്ധനം നടത്താൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ ഞങ്ങൾ വർഷങ്ങളായി സർക്കാരിന് മുന്നിൽ പല കാര്യങ്ങളുമായി ഇത് തന്നെ പല പ്രാവശ്യമായി നടന്നിട്ട് പോലും ചെയ്യാത്തൊരു സാഹചര്യത്തിൽ അവർ തന്നെയാണ് ഞങ്ങളെ ഈ സമരത്തിലേക്ക് വലിച്ചിഴച്ചത്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഞങ്ങളുടെ പ്രതിഷേധം പറഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്രതിഷേധം കണ്ടിട്ട് ഒരു ചർച്ചയ്ക്ക് പോലും വരാത്ത
അല്ലെങ്കിൽ ആ ചർച്ച ഒരു സമീപനം ഒരു മൃദു സമീപനം എടുക്കാതെ ഞങ്ങളുമായി എന്താ പറയുക, ഒരു ശത്രുവിനെ പോലെ കണ്ടുകൊണ്ട് ഒരു യുദ്ധത്തിന് കാഹളം മുഴക്കുന്ന പോലെ ചെയ്ത ഒരു സമീപനമായതുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു വിഷയങ്ങൾ വന്നത്. ഞങ്ങൾ ആരെയും ഉപദ്രവിക്കാൻ പോയിട്ടില്ല, ഞങ്ങൾ ആരെയും ചീത്ത വിളിക്കാൻ പോയിട്ടില്ല, ഞങ്ങൾ ആരെയും വേറെ ഒരു കാര്യത്തിലും ഇതാക്കിയിട്ടില്ല. സർക്കാരിനെ പോലും കുറ്റം പറയാനല്ല പോയത്, അത് പരിഹരിക്കണമെന്നാണ് പറയാൻ പോയത്. പക്ഷേ ആ പരിഹാരം ഇന്നും മാറി നിൽക്കുകയാണ്. വെറും ഈ വാടക വീടുകളിലേക്ക് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു എന്നുള്ളത്, കൃത്യമായ വാടക പോലും ചില സമയങ്ങളിൽ കൊടുക്കുന്നില്ല. ഇതുവരെയും വാടക കിട്ടാത്ത ആളുകൾ പോലും നിലവിലുണ്ട്. അതൊക്കെ ഞങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചാർജുള്ള ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ 400 ഫ്ലാറ്റുകൾ പണിയുന്നുണ്ട്. അത് ഞങ്ങൾ സമരം ചെയ്തതുകൊണ്ട് മാത്രമാണ് സർക്കാർ ആ ഒരു നിലപാടെടുക്കാനായിട്ട് സാധിച്ചത്. ഇതിനു മുമ്പും അവിടെ അത്രയും സ്ഥലം ഉണ്ടായിരുന്നിട്ട് പോലും ഈ ആളുകളെ മാറ്റിപ്പാർപ്പിക്കണമെന്നോ ഇവർക്ക് വേണ്ടി ഉടനെ തന്നെ അടിയന്തരമായി കാര്യങ്ങൾ ചെയ്യണമെന്നോ ഒരു സാഹചര്യമുണ്ട്. ഞങ്ങൾ സമരം ചെയ്ത് ഞങ്ങളുടെ ആവശ്യങ്ങൾ ജനമധ്യേ, കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെയും ലോകശ്രദ്ധ നേടിയ ഒരു സമരമായിരുന്നു. ആ ജനമധ്യേ ഞങ്ങൾക്കത് അവതരിപ്പിക്കാൻ സാധിച്ചത് കൊണ്ട് ചെയ്തതാണ് ഈ കാര്യങ്ങൾ. അതിൽ പറയുന്ന 7 കാര്യങ്ങളുണ്ട്. അതിൽ പറഞ്ഞ ഏറ്റവും വലിയൊരു കാര്യം കൂടിയായിരുന്നു മുതലപ്പൊഴിയുടെ വിഷയം. മുതലപ്പൊഴിയിൽ അതിനുശേഷം 4 മരണങ്ങൾ സംഭവിച്ചു. ആ 4 മരണങ്ങൾ സംഭവിച്ചപ്പോഴും സർക്കാരിനെ നോക്കി നിൽക്കാനേ സാധിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞും ഞങ്ങൾക്ക് അത് കഴിഞ്ഞൊരു 7 ഡിമാൻഡുകൾ സർക്കാർ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ആംബുലൻസ് സൗകര്യം ഉണ്ടാക്കും, വിളക്കുകൾ സ്ഥാപിക്കും, അതുമായി ബന്ധപ്പെട്ട് മണലുകൾ ട്രച്ച് ചെയ്ത് മാറ്റും, കല്ലുകൾ മാറ്റി അതിന് പോകാനുള്ള സൗകര്യം എടുക്കും. മൺസൂൺ സമയങ്ങളിലും അല്ലാത്ത സമയങ്ങളിലും അവിടെ മത്സ്യത്തൊഴിലാളികൾക്ക് ഉപജീവനം നടത്താനായി കടലിൽ പോയി അവർക്ക് മത്സ്യബന്ധനം നടത്തുന്നതിനുള്ള സൗകര്യമാണ് ആ ഹാർബർ വഴി ഉണ്ടാക്കാനായിട്ട് പറയുന്നത്. 2006 നിലവിൽ വരുമ്പോഴും അത് ചെയ്തത് ശരിയായ രീതിയിലല്ല എന്നുള്ള രീതി ഇപ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ അത് ഇനി ചെയ്യുന്നതെങ്കിലും ശരിയായ രീതിയിൽ ചെയ്യണം. മത്സ്യത്തൊഴിലാളികളെ ഉൾപ്പെടെയുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പഠനമാണ് വേണ്ടത്. സ്വാഭാവികമായും നമ്മൾ ഒരു വീട് പണിയുമ്പം തൊട്ടപ്പുറത്തുള്ള അയൽവക്കക്കാരനും ഈ കാര്യങ്ങൾ പറയും, അത് എൻ്റെ വീട്ടിലോട്ട് വെള്ളം വരാൻ സാധ്യതയുണ്ട്, നിങ്ങളത് നോക്കണേ. അപ്പോൾ അയാൾ പറയുന്ന ഒരു ആശയം പോലും നമ്മൾ എടുത്തുകൊണ്ട് അയാൾക്ക് ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ ചെയ്യുന്ന ഒരു നിലപാടെടുക്കുന്ന ഒരു രീതിയാണ് നമുക്കുള്ളത്. അപ്പോൾ വരുമ്പോൾ ഇത്രയും ആളുകൾ ആ തീരദേശത്തുള്ള മത്സ്യഗ്രാമങ്ങൾ ഒരുപാടുണ്ട്. മാമ്പള്ളി മുതൽ ഇങ്ങോട്ടത്ത് നമ്മുടെ പള്ളിത്തുറ വരെയുള്ള മത്സ്യഗ്രാമങ്ങൾ ഒരുപാടുണ്ട്. അത്തരത്തിലുള്ള ആളുകളും പുറമേ നിന്ന് വരുന്നവരും ഈ ഹാർബറിനെയാണ് ആശ്രയിക്കുന്നത്. അങ്ങനെ ആശ്രയിക്കുന്ന ഹാർബറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടെന്ന് പറയുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നവർ പറയും ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ അവരെ കേൾക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. അവരെയും കൂടെ കേട്ടുകൊണ്ടായിരിക്കണം ഈ പഠനസമിതി പഠിച്ച് ഇതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളതും ഈ പരിഹരിക്കാനായിട്ടുള്ളതും. ഇപ്പോഴും ഈ ഒരു നിലവിൽ പോവുകയാണ്. ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഒരു സർക്കാർ എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യേണ്ടതാണ്. ഈ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയതുമില്ല, എന്നാൽ ആ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ പ്രകടിപ്പിച്ചപ്പോഴത്തേക്കും അതും പരിഹരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞങ്ങളിനി ആരുടെ അടുത്താണ് പോകേണ്ടത്? നിലവിൽ ഈ 3 സ്ഥാനാർത്ഥികളും ഇപ്പോൾ നല്ലൊരു പ്രചരണത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 3 സ്ഥാനാർത്ഥികളും ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ ഇനിയും തരുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങളിവിടെ കഴിഞ്ഞ ഏപ്രിൽ 3-ാം തീയതി തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഞങ്ങൾ മീറ്റ് ദ കാൻഡിഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏപ്രിൽ 5-ാം തീയതി ഈ ആറ്റിങ്ങൽ മണ്ഡലവും കേന്ദ്രീകരിച്ചും മീറ്റ് ദ കാൻഡിഡേറ്റ്. അതിൽ എല്ലാവരും വന്ന് എപ്പോഴും എന്ത് പറയും, ഞങ്ങളത് ചെയ്യാം ഇത് ചെയ്യാമെന്നൊക്കെ പറയും എന്നുള്ളതല്ല. പക്ഷേ വ്യക്തമായ ഒരു പ്ലാനും ബഡ്ജറ്റും ഒക്കെ പറയുന്ന സ്ഥാനാർത്ഥികളുണ്ട്. ഞാനിപ്പോൾ പേരെടുത്ത് പറയുന്നില്ല, പേരെടുത്ത് പറയുമ്പോഴത്തേക്ക് അത് വേറെ രീതിയിലായപ്പോൾ. പക്ഷേ വ്യക്തമായ നിലപാടുകൾ എടുക്കുന്ന സ്ഥാനാർത്ഥികളുമുണ്ട്, എന്നാൽ വ്യക്തമായ നിലപാടുകൾ എടുക്കാത്ത സ്ഥാനാർത്ഥികളുണ്ട്. ഞങ്ങളുടെ മീറ്റ് ദ കാൻഡിഡേറ്റിന് വരാത്ത സ്ഥാനാർത്ഥികളുമുണ്ട്. അവർ തിരക്ക് ഒക്കെ പറഞ്ഞിട്ടാണ് അത് ഒഴിഞ്ഞത്. പക്ഷേ എന്നിരുന്നാലും ഈ പറയുന്നതല്ല കാര്യം, വിജയിച്ചു കഴിഞ്ഞാലും അത് ചെയ്യുമെന്നുള്ളൊരു ഉറപ്പ് തരുന്നതാണ് കാര്യം. അപ്പോൾ ഉറപ്പുകൾ നൽകുന്ന സ്ഥാനാർത്ഥികൾ വന്നിട്ടുണ്ട്. ഉറപ്പുകൾ നൽകുന്ന സ്ഥാനാർത്ഥികൾ ഇപ്പോൾ ഉദാഹരണത്തിന് മുതലപ്പൊഴിയുമായി ബന്ധപ്പെട്ട് സർക്കാർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട് ആ കാര്യങ്ങൾ ചെയ്ത മുൻ MP-യും സ്ഥാനാർത്ഥിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അവരിലൊരു വിശ്വാസമുണ്ടാവും. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ പറയുന്ന തിരുവനന്തപുരത്തെയും സ്ഥാനാർത്ഥികളുണ്ട്. അപ്പോൾ ആ സ്ഥാനാർത്ഥികളുടെ പേര് പറയാനോ മറ്റു കാര്യങ്ങൾ പറയാനോ ഒന്നും ഇപ്പം ഞാൻ നിൽക്കുന്നില്ല. പകരം ഞങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന, ഞങ്ങൾ സംസ്ഥാനത്ത് പറയുമ്പോഴും സമദൂരത്തിലാണ് പ്രശ്നാധിഷ്ഠിതമായിട്ട് ഞങ്ങളുടെ മൂല്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ മൂല്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് പിന്നെ ഇതാരാണ് ചെയ്തു തരുന്നത് അവരോടൊപ്പം നിൽക്കാനാണ് നമ്മൾ പറയുന്നത്. എന്നിരുന്നാൽ പോലും ഇന്ന് ഇന്ത്യയിൽ കണ്ടുവരുന്ന ചില വിഷയങ്ങളുണ്ട്. ക്രിസ്ത്യാനികൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത
ക്രിസ്ത്യാനികൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഇപ്പോൾ FCRA ഫണ്ട് പോലും ഞങ്ങൾക്ക് ഇതായി പോയത് അറിയാമല്ലോ. അപ്പം അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ കൃത്യമായി കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനും അറിയാം ഈ കേസുകൾ ഒക്കെ എങ്ങനെയുള്ള കേസുകളാണ്. അപ്പോൾ ഇത്രയും തിടുക്കത്തിൽ ഞങ്ങളുടെ ഫണ്ടുകൾ മരവിപ്പിച്ചത് എന്തിനാണെന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, ജനങ്ങൾക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ആ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് തീരദേശത്തുള്ള ജനങ്ങളെയും മറ്റുള്ളവരെയും സഹായിച്ചു കൊണ്ടിരുന്നത്. ആ ഫണ്ടുകൾ നിർത്തുമ്പോൾ തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ജനങ്ങളെ സംരക്ഷിക്കുവാനും സഹായിക്കുവാനും പറ്റാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വരും. അപ്പോൾ അവർക്കിപ്പോൾ ആവശ്യം രൂപത ജനങ്ങളിലൊന്നും ചെയ്യുന്നില്ല എന്ന് വരുത്താനാണോ എന്ന് ഞങ്ങളിപ്പോൾ സംശയിക്കുന്നു. ഞങ്ങളൊരിക്കലും ഒരു ബദലല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ബദലല്ല, ഒരു സർക്കാരിനും ബദലല്ല. പക്ഷേ ഞങ്ങൾ വർഷങ്ങളായി ഞങ്ങൾ ചെയ്തു പോരുന്ന ചില കാര്യങ്ങളുണ്ട്. ഞങ്ങൾ വിദേശത്തു നിന്നാണെങ്കിലും ഞങ്ങളെ സഹായിക്കുന്നവരെ ആ സഹായം കൊണ്ട് രൂപത തന്നെ ഇപ്പോൾ ഓഖി പാക്കേജ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സർക്കാരിനോട് ഓഖി പാക്കേജ് പ്രഖ്യാപിക്കാൻ ഞങ്ങൾ സമരം നടത്തിയവരാണ്. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓഖി പാക്കേജ് അന്നത്തെ സുസഭാഗ്യം പിതാവ് പ്രഖ്യാപിക്കുകയും അതനുസരിച്ച് ഞങ്ങളുടെ ആളുകളെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്ന് സർക്കാർ പ്രഖ്യാപിച്ച ഓഖി പാക്കേജ് ഇപ്പോഴും നടപ്പിലായിട്ടില്ല. എല്ലാ ആളുകൾക്കും സർക്കാർ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും സ്ഥിരമായി സർക്കാർ ജോലി കൊടുത്തതായിട്ട് ഞങ്ങൾ കാണുന്നില്ല. ഇനി അവർ പറയട്ടെ. വെറും 300 രൂപയും 400 രൂപയും വരുന്ന താൽക്കാലിക ജോലികൾ കൊടുത്തൊരു 100 ദിവസത്തേക്ക് തൊഴിലുറപ്പ് പദ്ധതി പോലെ അല്ല ഞങ്ങൾ അതിനെ കാണുന്നത്. ഒരു നഷ്ടപരിഹാരം ഉണ്ടാകുമ്പോൾ ഓഖി എന്ന് പറയുമ്പോൾ സർക്കാരിനുണ്ടായ വീഴ്ചയാണ്. കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് കൊടുത്തു എന്ന് പറയുമ്പോൾ ആ മുന്നറിയിപ്പ് നൽകേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെയും കൂടി കടമയായിരുന്നു. എന്നാൽ അതിൽ പറ്റിയ വീഴ്ചയാണ് ഈ ആഘാതങ്ങൾ കൂടിയത്. ഞങ്ങളുടെ ആളുകൾ 149ഓളം ജീവനുകൾ നഷ്ടപ്പെട്ടത്. അപ്പം അത്തരത്തിൽ വരുമ്പോഴത്തേക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകൾ, അപ്പോൾ അത് ഞങ്ങൾക്ക് ഈ ഫണ്ടിലൂടെയൊക്കെയാണ് ഞങ്ങൾ അവരെ തരണം ചെയ്ത് ഞങ്ങളുടെ തന്നെ സമുദായ അംഗങ്ങളെ ഞങ്ങൾ കൂടെ നിർത്തുകയും അവർക്കൊരു സഹായമായി ആശ്വാസമേകാൻ ഞങ്ങൾക്ക് സാധിച്ചത്. പക്ഷേ ഇപ്പോൾ ആ ഫണ്ടുകൾ തടഞ്ഞു വച്ചിരിക്കുന്നത് കാരണം ഞങ്ങളുടെ വൈദികർ, ഇപ്പം പ്രായം ചെന്ന വൈദികരൊക്കെ ആകുമ്പം അവരെ ഞങ്ങൾക്ക് സഹായിക്കേണ്ടതായിട്ടുണ്ട്, മറ്റു വൈദികരെ സഹായിക്കേണ്ടതായിട്ടുണ്ട്, സിസ്റ്റേഴ്സിനെ സഹായിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഞങ്ങൾക്ക് സഹായിക്കണ്ടേ? ഇതിനൊക്കെ സർക്കാർ ചെയ്യുമോ? ഇല്ലല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ആർക്കെങ്കിലും ബുദ്ധിമുട്ടാകുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാകുന്നു. അതുകൊണ്ടായിരിക്കണമല്ലോ ഈ അടുത്ത കേസുകളൊന്നും കൃത്യമായ കേസുകളല്ല, കള്ളക്കേസുകളാണ് എന്ന് ബോധ്യമുള്ളപ്പോഴും അതിൻ്റെ പശ്ചാത്തലത്തിൽ സ്പെഷ്യൽ റിപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഇത് തടഞ്ഞു വെക്കാനും അതല്ലെങ്കിൽ മരവിപ്പിക്കാനായിട്ട് അത് 1, 2 അല്ല 3ഓളം കാര്യം. ഇപ്പം KLCയുടെ തന്നെ കാര്യങ്ങൾ നടക്കണമെങ്കിലും രൂപത കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പം അത്തരത്തിൽ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ മത്സ്യത്തൊഴിലാളികളുടെ മനസ്സ് ഈ പ്രാവശ്യം ആരോടൊപ്പമായിരിക്കും? മത്സ്യത്തൊഴിലാളികളുടെ മനസ്സ് അറിയാമല്ലോ, എപ്പോഴും രൂപതയുടെ ഒപ്പം എന്ന് പറയുമ്പോൾ രൂപത മത്സ്യത്തൊഴിലാളികളുടെ ഒപ്പമാണ് നിൽക്കുന്നത്. രൂപതയ്ക്ക് പ്രത്യേക ഒരു കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ സമുദായത്തെ സംരക്ഷിക്കുക, അവരെ മുന്നിലോട്ട് കൊണ്ടുവരിക, അവരെ മുന്നിൽ നിന്ന് നയിക്കാൻ അൽമായരെ പ്രാപ്തരാക്കുക എന്നിവയാണ് രൂപത ഉദ്ദേശിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ചെയ്യുമ്പോഴത്തേക്കും രൂപത എന്താണ് ഉദ്ദേശിക്കുന്നതെന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഇവിടെ ഒരു സമാധാനപരമായി ഞങ്ങളുടെ വിശ്വാസത്തിൽ ജീവിക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവണം. അതിന് തടസ്സം നിൽക്കുന്നവർക്ക് ജനങ്ങൾ വോട്ട് ചെയ്യാൻ നിൽക്കില്ല. പിന്നെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ പറയുന്നവരെ, തടയുന്നവരെ, ഞങ്ങളുടെ പ്രശ്നങ്ങളെ കേസെടുത്ത് മറ്റു കാര്യങ്ങളും ചെയ്യുന്നവർ, അതിലും ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. അതോടൊപ്പം ഞങ്ങളെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ വികാരങ്ങളെ കൂടെ നിൽക്കാനായിട്ട് സാധിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അനുകൂലമായി വോട്ട് ചെയ്യും. അതിൽ ജനങ്ങളെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് കൃത്യമായി ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ പ്രാവശ്യം വോട്ടെണ്ണി കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഇനി എന്തൊക്കെ സംഭവിച്ചിരുന്നാലും ലത്തീൻ വിഭാഗം സമുദായം ആർക്കൊപ്പമാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ജനങ്ങൾ വളരെ വൈകാരികമായി പിതാക്കന്മാർക്കെതിരെ എടുത്ത കേസുകളും അതോടൊപ്പം ഇന്ന് ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്ന സംഭവങ്ങളൊക്കെ വളരെ ലൈവായിട്ട് കാണുകയാണ്. ഇപ്പോൾ ഈ ഫണ്ട് തന്നെ മരവിപ്പിക്കുമ്പോൾ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അവരെ നിർത്തേണ്ട ഒരു സംവിധാനം നിലച്ചു പോകുന്നു എന്നുള്ളതൊക്കെ അവർ മനസ്സിലാക്കുന്നു. അപ്പോൾ അവർ കൃത്യമായും അതിനെതിരെ ഒരു ജനവിധി അവർ എഴുതും. അത് 26-ാം തീയതി പോളിംഗ് സ്റ്റേഷനിൽ അത് കൃത്യമായും നടത്തുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്.
ഈ ഒരു അന്ന് നടന്ന ഒരു മത്സ്യത്തൊഴിലാളി സമരം, ഒരു 100 ദിവസം പിന്നിട്ട ഏറ്റവും വലിയൊരു സമരം, അതൊക്കെയായിരുന്നു പിന്നീട് ഇപ്പോൾ രൂപതയുടെ ഫണ്ട് മരവിപ്പിക്കുന്നതിന് അവർ എത്തിയിരിക്കുന്നത്. അന്ന് അവിടെ നിന്ന് ഗോഡൗണിൽ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ട് രൂപതയും കൂടി സർക്കാർ കൊടുക്കുന്നതിനോടൊപ്പം രൂപതയും കൂടി പൈസ ഇട്ടിട്ടാണ് ഇവർക്ക് വാടക വരെ എത്തിച്ചത്. അത്രയ്ക്കും രീതിയിൽ രൂപത അവരോടൊപ്പം നിൽക്കുന്നു, സാമ്പത്തികമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ അന്നത്തെ ഗോഡൗണിൽ കിടക്കുന്ന ആൾക്കാരുടെ അവസ്ഥ, അതായത് ഗോഡൗണിലും സ്കൂളിലുമായിട്ടാണ് അന്ന് കടന്നിരുന്നത്. ആ രണ്ടും നമുക്ക് കാണാൻ ദാരുണമായ കാഴ്ചയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ആൻ്റണി രാജു MLA ആണ് അവിടുത്തെ. പക്ഷേ ഇപ്പോൾ പ്രതികരണം വരുന്നുണ്ട്, അങ്ങനെ ഇല്ല, അവരെല്ലാവരും മാറ്റി സാറ് കൊടുക്കുന്നുണ്ട്. എന്താണ് ഇപ്പോൾ യഥാർത്ഥ അവസ്ഥ അവിടുത്തെ? ഇപ്പോഴത്തെ യഥാർത്ഥ അവസ്ഥ എന്ന് പറയുന്നത് ഏറെക്കുറെ ആളുകളൊക്കെ ഗോഡൗണിൽ നിന്നും സ്കൂളുകളിൽ നിന്നും മാറിയിട്ടുണ്ട്. നമ്മൾ സമരം കഴിഞ്ഞപ്പോൾ നമ്മൾ അങ്ങോട്ട് വെച്ച ആ 7 ആവശ്യങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു. അപ്പോൾ ആ ഇതിൽ അദാനിയുമായി ബന്ധപ്പെടുത്തി അവർ കൊടുക്കാമെന്ന് പറയും. പക്ഷേ എന്നാൽ അദാനിയുടെ കാശ് മേടിക്കാൻ ഞങ്ങൾ തയ്യാറല്ലായിരുന്നു. ഞങ്ങളുടെ സമുദായ അംഗങ്ങൾ ആരും തന്നെ തയ്യാറല്ലായിരുന്നു. കാരണം അദാനി വഴി ഞങ്ങൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് പോയത്. അവരുടേതായ ഒരു ഷെയർ ഞങ്ങൾക്ക് വേണ്ട എന്ന് ഞങ്ങൾ നിശ്ചയിക്കുകയും സർക്കാർ കൊടുക്കുന്ന 5500 രൂപയ്ക്ക് പുറമേ ഞങ്ങളുടേതായ രീതിയിൽ 1500 രൂപ ഞങ്ങൾ കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ സമുദായ അംഗങ്ങളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കാനുണ്ട്. എന്നാൽ ഞങ്ങൾ കൊടുക്കുന്ന കാശുകളൊക്കെ കൃത്യമായി പോകുന്നുണ്ട്. പല കാരണങ്ങൾ പറഞ്ഞും ആ ലിസ്റ്റിൽ പേരില്ല, ഇതിൽ നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ ഇതിൽ നിങ്ങളുടെ ആധാറിൻ്റെ, അങ്ങനെ ചെറിയ ഒഴിവുകൾ പറഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥർ പലർക്കും ഇപ്പോൾ ഇതയക്കുന്നില്ല. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഡയറക്ടർ വിളിച്ചു ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ഈ ഏറ്റവും അവസാനം പറഞ്ഞത് ഞാനിപ്പോൾ ഇലക്ഷൻ ഡ്യൂട്ടിയിലാണ്, അത് കഴിഞ്ഞ് വന്നിട്ടേ നോക്കാൻ സാധിക്കത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. ഈ അടുത്തും പോലും വാടക കിട്ടാത്ത ആളുകൾ സമീപിക്കുന്നുണ്ട്. അവരുടെ ഡീറ്റെയിൽസ് എടുത്ത് നമ്മൾ അവരോട് അറിയിക്കുന്നുണ്ട്. പിന്നെ MLA എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഏറ്റവും അവസാനം നിങ്ങൾ വന്നിട്ടുണ്ടാകും കഴിഞ്ഞ പ്രാവശ്യം, ആ ഗോഡൗണിന് തൊട്ട് മുന്നിലായിട്ടാണ് ഞങ്ങളുടെ ഒരു വലിയതുറ പാലം വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുള്ളത്. 1947 47 ശേഷമാണ് അത് ഉണ്ടാകുന്നത്, രണ്ടാമത്തെ കടൽപ്പാലം ഉണ്ടാകുന്നത്. ആ പാലം അപകടാവസ്ഥയിലായിട്ട് കുറേ നാളുകളായി. ഇപ്പോൾ വന്ന സർക്കാരും കഴിഞ്ഞ സർക്കാരും, അതായത് ഇപ്പോഴത്തെ രണ്ട് പിണറായി സർക്കാർ അതൊന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടി പലപ്പോഴായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടും അതൊന്നും സംരക്ഷിക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ ആ പാലം നിങ്ങൾ അവിടെ പോയാൽ കാണാം, രണ്ടായി വിഭജിച്ച് നിൽക്കുന്നൊരു സാധനം. അടുത്തൊരു കടൽക്ഷോഭം ഉണ്ടായാൽ ആ പാലം അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ അവിടുത്തെ MLA കണ്ടപ്പോൾ MLA വളരെ ഇതായിട്ട് ചോദിച്ചാൽ ഇനി ആ പാലത്തിന് എന്താ ആവശ്യം എന്നാണ് ചോദിച്ചത്. അദ്ദേഹത്തിന് ആവശ്യമുണ്ടായിരിക്കത്തില്ല. കാരണം സമുദായ അംഗങ്ങൾ അവിടെ ഇത്രയും കഷ്ടപ്പെട്ടപ്പോൾ പോലും തിരിഞ്ഞു നോക്കാനോ അതല്ലെങ്കിൽ മനസ്സിലാക്കാനോ സാധിക്കാത്ത ഒരു MLA ആണ് അവിടെ ഉള്ളത്. അതോടൊപ്പം തന്നെ മുതലപ്പുഴയിൽ പോയപ്പോൾ മത്സ്യത്തൊഴിലാളികളോട് ഷോ കാണിക്കരുതെന്ന് പറഞ്ഞ MLA ആണ്. ഇന്ന് അദ്ദേഹം ആ പ്രദേശത്ത് ഇലക്ഷൻ പ്രചരണവുമായി വരുന്നത് കാണുന്നില്ല. ഇനി BJPയെ സഹായിക്കാനാണോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങളായിട്ടാണോ എന്ന് നമുക്കറിയില്ല. അദ്ദേഹം എന്തായാലും വരുന്നില്ല. അദ്ദേഹം വരുന്നില്ലെങ്കിൽ എന്താ അർത്ഥം? അദ്ദേഹത്തിന് അവിടെ ഇറങ്ങാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അർത്ഥം. അദ്ദേഹത്തിന് ഇറങ്ങാൻ സാധിക്കത്തില്ല. കാരണം അദ്ദേഹം ജനങ്ങളോട് കാണിച്ചത് ഒരിക്കലും ജനങ്ങൾ മറക്കാൻ കഴിയാത്തവരൊന്നാണ്. ജനങ്ങളോടൊപ്പം നിൽക്കേണ്ട, സമുദായ അംഗമായിട്ട് സമുദായ അംഗങ്ങളോട് നിൽക്കേണ്ട MLA എന്താണ് കാണിച്ചത്? ആർക്കൊക്കെ സ്തുതി പാടുകയായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള മനോവിഷമങ്ങൾ ജനങ്ങളുടെ ഉള്ളിലുള്ളപ്പോൾ അദ്ദേഹത്തിന് അവിടെ ഇറങ്ങാൻ സാധിക്കത്തില്ല. അപ്പോൾ ആ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് ഈ വരുന്ന പാർലമെൻറ്റ് ഇലക്ഷൻ സമുദായ അംഗങ്ങൾ കാണുന്നത്. അത് കൃത്യമായി തന്നെ അവരത് പ്രയോജനപ്പെടുത്തും. സാറേ, തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് മണിക്കൂറുകൾ മുമ്പ് എത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് ജനങ്ങളുടെ പ്രതികരണം? ഞങ്ങൾക്ക് വളരെ ശുഭപ്രതീക്ഷയാണ്. ഞങ്ങൾക്കൊന്നും സംശയിക്കേണ്ട കാര്യമില്ല. ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ട് നമ്മുടെ കയ്യിലുണ്ട്. ആ വോട്ട് നമുക്ക് ഉറപ്പാണ്. പിന്നെ വരുന്ന വോട്ടൊക്കെ പ്ലസ്സാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചുള്ള സാറിൻ്റെ വികസന സ്വപ്നങ്ങൾ? എൻ്റെ സ്വപ്നങ്ങളാണ്. ഞാനിവിടുത്തെ ആളല്ലേ, പിന്നെ സ്വപ്നം കാണണ്ടേ? വികസന സ്വപ്നങ്ങൾ വികസനത്തിന് ഈ തിരുവനന്തപുരത്തിന് വികസന സ്വപ്നം എന്ന് പറയുന്ന സ്വപ്നമല്ല. തിരുവനന്തപുരത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ട്.
നമ്മൾ എയിംസ് നമുക്ക് കിട്ടിയില്ല, നമുക്ക് ഹൈക്കോടതി ബെഞ്ച് വേണം, മെട്രോ വേണം നമുക്ക് തിരുവനന്തപുരത്ത്. ഇതുപോലുള്ള നിരവധി പ്രശ്നങ്ങൾ തിരുവനന്തപുരത്തുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം ജനങ്ങളെ കൂടെ ഞാനും. സാറിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വിഴിഞ്ഞത്തൂടെയാണ്. കഴിഞ്ഞ 2 വർഷം മുമ്പ് തന്നെ വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയൊക്കെ ശ്രദ്ധ നേടിയ കാര്യമൊന്നാണ്. ഈ മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നത്തിൽ എന്ത് നടപടിയായിരിക്കും സാർ എടുക്കുക? അവരെ ഭാഗത്ത് നിന്നുകൊണ്ട് അവരെ വിഷയത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ കൂടെ ഞാനും ഉണ്ടാവും. ഞാൻ മുതലാളിൻ്റെ കൂടെ നിൽക്കില്ല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നത്തിനൊരു ഭാഗത്ത് നമ്മുടെ സാക്ഷാൽ അദാനിയാണല്ലോ. മുതലാളിൻ്റെ ഭാഗത്ത് ഞാൻ നിൽക്കില്ല. ഞാനെപ്പം മത്സ്യത്തൊഴിലാളിയുടെ ഭാഗത്തായിരിക്കും. നേരത്തെ വിഴിഞ്ഞം പദ്ധതി വരുമ്പം ഞാൻ പാർലമെൻറ്റ് മെമ്പറായിരുന്നു. അന്ന് മുതൽ ഞാൻ അവരെ കൂടിയുള്ളതാണ്, എന്നും അവരെ കൂടി ഉണ്ടാവും. സാറേ, മറ്റൊരു വിഷയം ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നതാണ്. വിഴിഞ്ഞം തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ വൈദികർക്ക് നേരെ കേസെടുത്തതിൻ്റെ പേരിൽ FCR കട്ട് ചെയ്തു. അവരുടെ 4 ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതിഷേധം തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഈ ഒരു വിഷയം എങ്ങനെ സാർ നോക്കിക്കാണുന്നു? അല്ല, നമ്മൾ കേസിൻ്റെ കാര്യത്തിൽ നമ്മൾ സംസാരിച്ചിരുന്നു, സർക്കാരുമായി സംസാരിച്ചിരുന്നു. 157 കേസുകൾ വിഡ്രോ ചെയ്ത് ബാക്കിയുള്ള കേസുകൾ അനുഭാവപൂർവ്വം നമ്മൾ തമ്മിൽ സംസാരിച്ച് പരിഹരിച്ചിരുന്നു. അതിൽ വേറെ പ്രശ്നമില്ല. ഈ ഒരു തെരഞ്ഞെടുപ്പ് അഖിലേന്ത്യാ തലത്തിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾ വളരെയധികം കഷ്ടത അനുഭവിക്കുക അല്ലെങ്കിൽ ഒരു ഭയത്തോടെ കാണുന്ന ഒരു അവസ്ഥയാണ്. സാറ് ഇന്ത്യയുടെ പാർലമെൻറ്റിലേക്ക് എത്തുമ്പോൾ ന്യൂനപക്ഷ ക്ഷേമങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്താ? അത് നമ്മളാ നിലപാടല്ലേ. നമ്മൾ ന്യൂനപക്ഷങ്ങളുടെ കൂടെ തന്നെയാണ്. മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മോഡി ഇപ്പോൾ സംസാരിച്ചത്. മുസൽമാന്മാർ ഈ രാജ്യത്തുള്ള ആളുകളല്ലേ, ക്രിസ്ത്യാനികൾ ഈ രാജ്യത്തുള്ള ആളുകളല്ലേ. മതന്യൂനപക്ഷങ്ങൾക്ക് ഈ രാജ്യത്ത് ഒരു 2ാം ഗ്രേഡ് എന്ന് പറയുന്നത് അതെവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം RSSൻ്റെ ശബ്ദത്തിലാണ് സംസാരിക്കുന്നത്. ആര്? നമ്മളെ പ്രധാനമന്ത്രി RSSകാരനെ സംസാരിക്കുക. RSSന് 1925 RSS പിറന്നത്, 100 വർഷം പൂർത്തീകരിക്കുക. അപ്പോൾ ഹിന്ദു രാജ്യമാക്കണം, അതിനുവേണ്ടിയുള്ള പണിയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ നിൽക്കാൻ നിർഭാഗ്യത്തിന് ഈ കോൺഗ്രസിൻ്റെ സമീപനം, കേരളത്തിലെ കോൺഗ്രസ്, ഓൾ ഇന്ത്യ കോൺഗ്രസിൽ തന്നെ കേരളത്തിലെ കോൺഗ്രസ് വ്യത്യസ്ത. കേരളത്തിലെ കോൺഗ്രസ് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ 5 വർഷം കൂടുമ്പോൾ ഭരണം വേണം. ഭരണം കിട്ടാവുന്നപ്പം അവർ മോഹഭംഗത്തിൽ നിൽക്കുക. അതുകൊണ്ട് അവർക്കിപ്പോൾ നയവുമില്ല, മോഹഭംഗം മാത്രമാണ്. ആ കോൺഗ്രസും ഇപ്പോൾ BJPൻ്റെ കൂടെ താതാത്മ്യം പ്രാപിച്ചിരിക്കുക. ഇപ്പം നിങ്ങൾ കണ്ടോ, നമ്മളിവിടുത്തെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയില്ലേ, അദ്ദേഹം ഒരു ചാനലിലെ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് 2024 ഇന്ത്യയുടെ ബെസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആരാ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ സംശയമുണ്ടോ? നരേന്ദ്രമോദിയാണ്. അപ്പോൾ നിങ്ങൾ ആരെ വിശ്വസിക്കും? നിങ്ങൾക്ക് ആരെ വിശ്വസിക്കാൻ കഴിയുക? നിലപാടുകൾ കൊണ്ട് ജനപക്ഷത്ത് നിൽക്കുന്ന ഞങ്ങളെ വിശ്വസിക്കുമോ? അല്ല, കള്ളത്തരം കൊണ്ട് മാത്രം ജനങ്ങളെ കബളിപ്പിക്കുന്ന അവരെ വിശ്വസിക്കുമോ? തീരുമാനിച്ചാൽ മതി. നമ്മൾ വെറുതെ പറയില്ല. ഈ 2 സ്ഥാനാർത്ഥികൾ ആരെ ജയിപ്പിച്ചാലും മോഡിക്ക് സന്തോഷമായിരിക്കും. 2 മോഡി ശിഷ്യന്മാരാണ്. അതുകൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. നമുക്ക് ഇവിടെ വേണ്ടത് മാനമായി മനുഷ്യനെ ജീവിക്കണം. അത് മനുഷ്യൻ്റെ അവകാശമാണ്. ഇന്ത്യയിൽ 140 കോടി ജനങ്ങളുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും ഇവിടെ അസ്തിത്വമുണ്ട്. 140 കോടി ജനങ്ങൾക്കും ഇന്ത്യയിൽ തുല്യ അവകാശമാണ്. ഹിന്ദുവിന് പ്രത്യേക അവകാശം, മുസൽമാന് വേറെ അവകാശം, ക്രിസ്ത്യാനിക്ക് വേറെ അവകാശം. ഇവിടെ പറഞ്ഞ് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നത് ഇന്ത്യ ഒരു സെക്കുലർ സ്റ്റേറ്റ് എന്നാണ്. എന്നാൽ ഇന്ത്യ ഭരിക്കുന്നവരെന്താ? പാർലമെൻറ്റിൽ ഭേദഗതി കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? പാർലമെൻറ്റ് മെമ്പർമാരെ സസ്പെൻഡ് ചെയ്യുക, എന്നിട്ട് ഭൂരിപക്ഷം ഉണ്ടാക്കുക, എന്നിട്ട് ഭേദഗതി കൊണ്ടുവരിക. ഇത് എവിടെ പറഞ്ഞ് ജനാധിപത്യം? സൂറത്തിൽ ഇപ്പം ഇലക്ഷൻ കമ്മീഷൻ ചെയ്തിരിക്കുന്ന കണ്ട നിങ്ങൾ. ഒരു ഇലക്ഷൻ കമ്മീഷൻ ഒരാൾ BJPക്കാരെ ജയിപ്പിച്ചിരിക്കുന്നു. എന്തൊക്കെ നടക്കുന്നു ഇവിടെ? ജനാധിപത്യമാണ്, സ്വേച്ഛാധിപത്യമാണ് നടക്കുന്നത്. അതിനെ നോക്കിയിരിക്കാൻ നമുക്ക് പറ്റില്ല. അവിടെ അതിനെതിരായി സന്ധിയില്ല പോരാട്ടം നടക്കുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിന് പ്രതിനിധിയാണ് ഞാൻ. എൻ്റെ ജീവനുള്ള കാലത്തോളം ഈ നാട്ടിൽ എല്ലാവർക്കും തുല്യതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഞാൻ അവരെ കൂടിയുണ്ട്.
സാറേ നമസ്കാരം. തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പോളിംഗ് ബൂത്തിലേക്ക് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഈ സമയം എങ്ങനെയാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പിലെ പ്രതികരണം? ഒരു പ്രശ്നമില്ല, ഞങ്ങളാ ജയിക്കാൻ പോകുന്നത്. ജനങ്ങൾ കഴിഞ്ഞ 3 തവണ എനിക്ക് നൽകിയ വിശ്വാസം വീണ്ടും ഈ തവണ നൽകുന്നതാണ് ഉറപ്പുമായിട്ട് കാണുന്നത്. കഴിഞ്ഞ 3 വർഷം തിരുവനന്തപുരം ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സിൽ അങ്ങുണ്ടായിരുന്നു. ഇപ്പോൾ അടുത്തൊരു തെരഞ്ഞെടുപ്പ് മത്സരിക്കുകയാണ്. കേന്ദ്രമന്ത്രി അങ്ങേക്കെതിരെ BJPയുടെ സ്ഥാനം മത്സരിക്കുന്നുണ്ട്. പന്ന്യൻ രവീന്ദ്രൻ മത്സരിക്കുന്നുണ്ട്. ഒരു ടൈറ്റ് ആവുമോ തിരുവനന്തപുരം? എപ്പോഴും സാധാരണ ത്രികോണ മത്സരമാണ്. പക്ഷെ അവരുടെ മത്സരം 2ാം സ്ഥാനത്തിന് വേണ്ടി മാത്രമാണ്. അവരുടെ മത്സരം 2ാം സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ കാണുന്നത് BJP മന്ത്രിയെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കുറച്ച് ചിലവരെ സ്വാധീനിക്കും അല്പം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത് എൻ്റെ വിജയത്തെ ബാധിക്കും. ഈ മണ്ഡലത്തിലെ നമ്മൾ തീരദേശ മേഖലയോട് സാറ് തൊട്ടുമ്പോൾ പോയുള്ളൂ. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ വിഴിഞ്ഞം സമരവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. വളരെ ആശങ്കയിലാണ് അവർ. ഞാൻ അവരുടെ ഒപ്പം പൂർണ്ണമായിട്ടുണ്ട്. അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി ഞാനാണ് ശ്രീ ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടതും അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിൽ 476 കോടി അദ്ദേഹമാണ് എൻ്റെ ആവശ്യം. വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട് ഗോഡൌണിലുള്ള പല ആളുകളെയും ഗോഡൌണിൽ കിടക്കുന്ന പല ആളുകളും സർക്കാർ മാറ്റി പാർപ്പിച്ചു. പക്ഷെ അവർക്ക് ഇപ്പോഴും വാടക സർക്കാർ കൊടുക്കുന്നത്. അതെ, ഇത് സംസ്ഥാന സർക്കാരിൻ്റെ കഴിവില്ലായും ആത്മാർത്ഥതയില്ലാത്ത തെളിവാണ്. കാരണം ഉമ്മൻചാണ്ടി സർക്കാർ 476 കോടി മാറ്റി വെച്ചതിന് അവർ വേറെ കാര്യത്തിന് വേണ്ടി ചെലവാക്കി, ജനങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയില്ല. അതുകൊണ്ട് അവരുടെ എതിർപ്പ് സംസ്ഥാന സർക്കാരിനെതിരാണ്, ഞങ്ങളെതിരല്ല. തിരുവനന്തപുരം അതേപോലെ മെത്രാന്മാർക്കെതിരെയും വൈദികർക്കെതിരെയല്ല വിഴിഞ്ഞ സമരവുമായി ബന്ധപ്പെട്ട് കള്ളക്കേസുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ആ കള്ളക്കേസുകളുടെ കാരണം അവർക്ക് ഒരു പാസ്പോർട്ടും കൂടി റിന്യൂ ചെയ്യാൻ സാധിക്കുന്നില്ല, വിദേശത്ത് പോകാൻ സാധിക്കുന്നില്ല, അവരുടെ ബാങ്ക് അക്കൗണ്ടിനെ നിരോധിച്ചിട്ടുണ്ട്. ഇതൊക്കെ വലിയ മോശമാണ്. ഇതിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും രണ്ടാൾക്കും ഒരു ഭാഗമുണ്ട്. ഇത് വലിയ മോശമായി പോയി. അവര് FIR ഇറക്കിയ ദിനം തന്നെ ഞാൻ പറഞ്ഞു ഇതിനെ ഉടനെ പിൻവലിക്കണം, ഇത് അന്യായമാണ്, ചേരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയം, ആ ദിനം തന്നെ. പക്ഷെ അവർ ചെയ്തില്ല. അത് വലിയൊരു തെറ്റാണ്. ഞാൻ പറഞ്ഞു അതിന് പിൻവലിക്കണം, അവർ ചെയ്തില്ല. വലിയ തെറ്റാണ്. അപ്പോൾ ഈ വിഴിഞ്ഞം ജനങ്ങൾക്ക് നഷ്ടപരിഹാരം പൂർണ്ണമായി കൊടുക്കണം. ഈ കേസുകൾ സർക്കാർ പിൻവലിക്കണം. എന്നിട്ട് ഒരു സംശയവുമില്ലാതെ നമ്മളുടെ ജനങ്ങളെ ഉൾക്കൊണ്ടിട്ടാണ് വികസനം ചെയ്യേണ്ടത്. വികസനം ആർക്കാണ്? ജനങ്ങൾക്കാണ്. അപ്പോൾ അത് അവരുടെ താല്പര്യം നോക്കിയിട്ടും ചെയ്യണം, ഒരു സംശയവുമില്ല. അതിൻ്റെ അർത്ഥമല്ല വിഴിഞ്ഞം തുറമുഖിനെ അടയ്ക്കണം. അത് രാജ്യത്തിന് താല്പര്യമായ ഒരു തുറമുഖമാണ്. പക്ഷെ അതിൻ്റെ ഒപ്പം ജനങ്ങളെ അതിനുള്ള സഹായം ആവശ്യമായ നിർബന്ധമായി കൊടുക്കണം. സാർ, അവസാനമായിട്ട് ഇനിയുള്ള തിരുവനന്തപുരം ഈ മണ്ഡലത്തിൻ്റെ വികസന സ്വപ്നങ്ങൾ എന്താണ്? നല്ല സ്വപ്നങ്ങളുണ്ട്. പക്ഷെ അതിന് നമ്മൾക്ക് സംസ്ഥാന സർക്കാരിന് 2 വർഷത്തിൽ തിരിച്ചെടുക്കണം. അവരുടെ സഹകരണം കൊണ്ടാണ് ഭൂരിപക്ഷം ചെയ്യാൻ സാധിക്കുന്നത്. നമ്മൾക്കൊരു എയിംസ് കൊണ്ടുവരും, നമുക്കൊരു എന്ത് കാര്യങ്ങളും മെട്രോ, എയിംസ് എല്ലാറ്റിനും സംസ്ഥാന സർക്കാരിന് വലിയൊരു ഭാഗമുണ്ട്. അതും നമുക്ക് എടുക്കേണ്ടി വരും. അതുവരെ MP ആയിട്ട് തിരുവനന്തപുരം ജനങ്ങളുടെ ശബ്ദം പാർലമെന്റിൽ കേൾപ്പിക്കുക, എൻ്റെ സ്വാധീനം ഉപയോഗിക്കുക. പക്ഷെ അവകാശം സർക്കാരിനെ പിടിച്ചെത്തണം. സാറേ, രാത്രി വൈകിയും പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് തിരുവനന്തപുരത്തെ മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രതികരണം? ആദ്യത്തെ ദിവസം മുതൽ ഇന്ന് വരെ ജനങ്ങൾക്കൊരു മാറ്റം വേണമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഈ ഒരു 10-15 കൊല്ലമായിട്ട് ഇവിടെ
ഒന്നും നടക്കുന്നില്ല, ഒരു കാര്യവും നടക്കുന്നില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എന്നിട്ട് ഇന്ത്യയിൽ കഴിഞ്ഞ 10 കൊല്ലത്തിൽ നരേന്ദ്രമോദി ചെയ്ത പുരോഗതിയും വികസനവും തൊഴിലും അതെല്ലാം കാണുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്കും അവരുടെ കുട്ടികൾക്കും എല്ലാവർക്കും അതേമാതിരി ഒരു പുരോഗതിയും വികസനവും ഇവിടെ വരണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. അതാണ് ഇപ്പോൾ 4-ാം തീയതി മാർച്ച് മുതൽ ഇന്ന് വരെ ഞാൻ കേൾക്കുന്നതും കാണുന്നതും. അതുകൊണ്ട് ഞങ്ങളുടെ ക്യാമ്പയിൻ ഇങ്ങനെ നന്നായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ 3 വട്ടമായിട്ട് UDF നിലനിർത്തിയ മണ്ഡലമാണ്. സാറിൻ്റെ വികസന സ്വപ്നങ്ങൾ എന്തായിരിക്കും? അല്ല, അത് വികസന സ്വപ്നങ്ങൾ നല്ല ഒരു വാഗ്ദാനമായൊരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കി മിന്നാന്ന് ഇറക്കിയിട്ടുണ്ട്. അതിൽ ഒരു കോംപ്രിഹെൻസീവ് ഒരു സമഗ്ര ഒരു വികസന ഒരു രേഖ എല്ലാ 7 കോൺസ്റ്റിറ്റ്യുവൻസീസിലും എന്താണ് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത്, ഏത് കർഷകരാണോ, അത് തീരദേശത്ത് മത്സ്യത്തൊഴിലാളികളാണോ, ടെക്നോ പാർക്കാണോ, പെൻഷനേഴ്സാണോ, ഗവൺമെൻറ് എംപ്ലോയീസ് ആണോ, എല്ലാവർക്കും ഒരു കോംപ്രിഹെൻസീവ് ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ് പ്ലാൻ ഞാൻ 5 കൊല്ലം എന്താ ചെയ്യാൻ പോകുന്നുണ്ട്. അത് ഒരു ഡോക്യുമെൻ്റ്, അതിന് ഡോക്യുമെൻ്റ് പേരാണ് ഇതാണ് കാര്യം. എൻ്റെ ക്യാമ്പയിൻ തുടങ്ങിയത് ഇവിടെ കാര്യം നടക്കും, ഇനി കാര്യം നടക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ക്യാമ്പയിൻ തുടങ്ങിയത്. ഇനി ഇതാണ് കാര്യത്തിൻ്റെ അതിൻ്റെ ഒരു മീനിങ്. അടുത്ത 5 കൊല്ലം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതാണ്.